ഇവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചെങ്കിൽ ബാക്ക് പെയിൻ തന്നെയാണ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എല്ലാവരും നിന്നാണ്, കണ്ടിന്യൂസ്ലി നിന്നുമാണ് അവർ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. നമസ്കാരം, എന്നെ കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സുജിത്ത്, സിറ്റി ക്ലിനിക്കിന്റെ ഫാഹിർ ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ കുവൈത്തിൽ ഒരുപാട് ഡ്രൈവർമാരുണ്ട്. പല മേഖലയിലും ടാക്സി ആണെങ്കിലും കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. 8 മണിക്കൂറും 10 മണിക്കൂറും 12 മണിക്കൂറും കണ്ടിന്യൂ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചെങ്കിൽ ബാക്ക് പെയിൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡ്രൈവർമാർക്കൊക്കെ ഈ ബാക്ക് പെയിൻ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഞാനും ഒത്തിരി പേര് നമ്മൾ പേഷ്യൻ്റായിട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ 8 തൊട്ട് 12 മണിക്കൂർ ഡ്യൂട്ടിയിൽ ഫുൾ ടൈം ഒരു വണ്ടിയിലുമായിരിക്കും, ഇറങ്ങാൻ റെസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത്, കാറാണെങ്കിൽ നമുക്ക് ഒരു ലംബാർ സപ്പോർട്ട് എന്ന് പറഞ്ഞ സീറ്റിൽ വയ്ക്കുന്ന ഒരു ഇതുണ്ട്, ഒരു ആക്സസറി ബാക്ക് സൈഡിൽ വയ്ക്കുന്നത്, സേഫ് ആയിട്ട് ഇരിക്കാനും അത് സപ്പോർട്ടാണ്. അതുപോലെ കഴുത്തിന്റെ പുറകെ വയ്ക്കുന്ന നെക്ക് സപ്പോർട്ടും അതും നമ്മൾ ഉപയോഗിക്കണം. അതിനുശേഷം ഇടയ്ക്ക് ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൽ ഒരു 5 മിനിറ്റ് എണീറ്റ് നിൽക്കാനോ എന്നൊക്കെ ചെയ്യാം, ഇത് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള വണ്ടി മെയിൻ്റനൻസും അത് വലിയ അത്യാവശ്യമാണ്. കാരണം കാറിൻ്റെ സ്റ്റിയറിങ്ങിന് പ്രശ്നമോ അല്ലെങ്കിൽ ഓടിക്കുന്ന ബൈക്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കഴുത്ത് വേദന, ഷോൾഡർ പെയിനും ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ അതും ഒന്ന് നോക്കണം. പിന്നെ സ്വന്തമായിട്ട് ചെറിയൊരു എക്സസൈസ് അത്യാവശ്യമാണ്. കാരണം ഫിറ്റായിട്ടില്ലെങ്കിൽ നമ്മൾ ചെറിയതായിട്ടൊരു വ്യായാമം കാലിനും നടുവിനും ഒക്കെ ചെയ്യണം. ഇതും കൂടെ ആണ് ഇതിൻ്റെ ടിപ്പായിട്ട് പറയാനുള്ളത്, നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്. കാരണം ഇത്രയും നേരം ജോലി ചെയ്യുന്നതുകൊണ്ട് പാടാണ്, നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഡോക്ടറെ, ഇപ്പോൾ പ്രവാസികളിൽ കൂടുതൽ കണ്ടുവരുന്നത് ചെറിയ വേദനയൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാതെ നേരിട്ട് ഫാർമസിയിൽ പോയിട്ട് പെയിൻ കില്ലറൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇത് എത്രത്തോളം നല്ലതാണ്? അത് ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ഇവിടെ കുവൈറ്റിൽ പല മരുന്നുകളും ഓവർ ദ കൗണ്ടർ, അതായത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുന്നുണ്ട്. അത് പല രാജ്യങ്ങളും, പുറം രാജ്യങ്ങളിൽ പലതും ഇത് നിരോധിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇവിടെ അത് അവൈലബിൾ ആണ്. പക്ഷേ അത് അവൈലബിൾ ആണെങ്കിൽ സേഫ് അല്ല. അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതും കുറച്ച് സേഫ് ആയിട്ടുള്ളതും ആകെപ്പാടെ പനഡോൾ അല്ലെങ്കിൽ പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് മാത്രമാണ്. അതല്ലാതെ നമുക്ക് വേദന സംഹാരി തരുന്ന NSAID ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്. അതിലൊന്ന് ഗ്യാസ്ട്രൈറ്റിസ്, ഭയങ്കരമായിട്ട് അൾസർ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് കിഡ്നി ഡാമേജ് ഉണ്ടാവും. അപ്പോൾ കിഡ്നി ഡാമേജ് ഉണ്ടാകുന്നത് വെള്ളത്തിൻ്റെ ശരീരത്തിൻ്റെ അളവുമായിട്ടാണ്. സോ അപ്പോൾ സമ്മർ സീസണിലൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, AC ക്കകത്തേക്ക് ഇരിക്കുന്നത്, കുടിക്കുന്നതൊക്കെ കുറവാണ്. ശരിയാണ്. അത് അപ്പോൾ അതും കൂടെ ചേരുമ്പോഴത്തേക്ക് അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആവും. സോ അതുകൊണ്ട് ബാക്കി മരുന്നുകളൊന്നും നമ്മൾ ഈ പനഡോൾ കഴിച്ചിട്ട് പെയിൻ കുറയുന്നില്ലെങ്കിൽ വേറെ പ്രിസ്ക്രിപ്ഷൻ ഓൾറെഡി ഡോക്ടറെ കണ്ടു വാങ്ങിച്ചിട്ടേ അത് ചെയ്യാവുള്ളൂ, കഴിച്ചു. ചുരുക്കി പറഞ്ഞെങ്കിൽ പനഡോളിന്റെ മുകളിൽ എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ നിർദ്ദേശം വേണം. ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഡോക്ടറെ, ഇപ്പോൾ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കുള്ള മെയിൻ പ്രശ്നം ഒന്ന് കാലുവേദന, മുട്ടുവേദന, ചില ആൾക്കാർക്ക് നടുവേദനയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അതെ, മിക്ക ആൾക്കാരും നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡ്, അതുപോലെ അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എല്ലാവരും നിന്നാണ്, കണ്ടിന്യൂസ്ലി നിന്നുമാണ് അവർ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. അതെ. അപ്പം ഇതിനകത്ത് ഈ നിൽക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് കോൺസ്റ്റന്റ് ലോഡ് നമ്മുടെ വെയിറ്റ് ഈ ജോയിന്റിലോട്ട് വരികയാണ്. അപ്പം പൊതുവെ മിക്ക ആൾക്കാരും ഓവർ വെയിറ്റ് ആണ്. അതായത് അവരുടെ വെയിറ്റിന് തടി ഇത്തിരി കൂടുതലാണ്. സോ അപ്പോൾ ആ വെയിറ്റ് ഓവർലോഡ് കണ്ടിന്യൂസ്ലി ആ ജോയിന്റിലോട്ട് വരികയാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു വ്യായാമം ഒരു നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ഈ ലോഡ് വരുന്ന പെയിൻ കുറയും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെഗിലോട്ട്, അതായത് ഇടയ്ക്ക് ഒരു ലെഗിലോട്ട് മൊത്തം ലോഡ് കൊടുക്കുക, ഒരു ലെഗിന് കുറച്ചൊന്ന് ലോഡ് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ മാറി. പിന്നെ ഉപയോഗിക്കുന്ന ഷൂസ് വളരെ സോഫ്റ്റായിട്ട്, ഞാൻ പറയാം ആർച്ച് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ആ ഒരു ആർച്ച് സപ്പോർട്ടുള്ള ഷൂസ് ഉപയോഗിക്കുക, സോഫ്റ്റ് സോളായിട്ടുള്ള. എന്നിട്ട് ഈ ഷൂസിനെ പയ്യെ നമ്മുടെ മുൻപാദത്തിലോട്ട് കുറച്ച് ലോഡ്, പുറകിലോട്ട് ലോഡ്, അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുകൊണ്ട് 2 ഗുണമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ വരുന്ന കോൺസ്റ്റന്റ് ലോഡ്, അതായത് ഒരാളുടെ മേളിൽ സ്ഥിരമായിട്ട് ലോഡ് വരുന്നത് ഒഴിവായിട്ടും അത് മാറിക്കിട്ടും. രണ്ടാമതായിട്ട് നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ, അതായത് ശരീരത്തിൽ നിന്നുള്ള അശുദ്ധ രക്തം തിരിച്ച് മുകളിലോട്ട് കയറി വരാൻ നമ്മുടെ മസിൽ മൂവ് ചെയ്യണം, എന്നാലേ അത് കയറി വരൂ. അതെ, ചെറുതായിട്ടൊരു അനക്കം. അപ്പോൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് പാതിലോട് ഒരു വലത്തെ കാലിലോട്ട് കൊടുത്തിട്ട് ഇടത്തെ കാലിനെ ഫ്രീ ആക്കുക, തിരിച്ച് ഇപ്പുറത്തോട്ട് മാറുക. അതുപോലെ തന്നെ പാദം മുമ്പോട്ടും പുറകോട്ടും ഒന്ന് ചലിപ്പിക്കുക. ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പരിധിവരെ നമുക്ക് വേദനയും ഇതും കുറയ്ക്കാനും നമുക്ക് അതിൻ്റെ വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും പറ്റും. ഡോക്ടറെ, ഒരുപാട് പ്രവാസികൾ
പല ഗൾഫ് നാട്ടിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ എല്ലാം മാറ്റി വെച്ചിട്ടാണ് അവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുള്ളത്. ഡോക്ടറും ഒരു പ്രവാസിയാണ്. അതെ അതെ. പ്രവാസി കൂടാതെ ഡോക്ടർ ഒരു അസ്ഥി വിദഗ്ധൻ കൂടിയാണ്. എന്ന നിലയിൽ പ്രവാസികൾക്ക് ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? അതെ, ഇതിനകത്ത് ആദ്യമായി നമുക്ക് ഒരു നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മൾ ഈ ജോലി ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ നല്ലപോലെ ജോലി ചെയ്യാനും തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ജോലി ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞ ആശുപത്രി ബില്ല്, മെഡിക്കൽ ബില്ല് അതൊക്കെ വളരെ കൂടുതലാണ്. അതിലെല്ലാം നമുക്ക് തന്നെ ചിലവായി പോകും. അപ്പം നമ്മൾ ഈ നമ്മുടെ ഒരു സ്വഭാവം, പ്രവാസികളുടെ സ്വഭാവമാണല്ലോ എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കാന്നുള്ളത്. അങ്ങനെ ആ ഒരു മാറ്റി വയ്ക്കുന്ന ശീലം ഒരു പരിധിവരെ ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി അസ്ഥി രോഗങ്ങളിലും സന്ധി രോഗങ്ങളുടെ കാര്യങ്ങളും. കാരണം ഇതിനകത്ത് റിവേഴ്സ് ഗിയർ ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ നിൽക്കുന്നത്, ഒരു ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഒത്തിരി നാളത് മാറ്റി വയ്ക്കരുത്. കാണുക, ഡോക്ടറെ കണ്ട് എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയുക, അതിന് മരുന്നെടുത്താൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റും. വലുതായിട്ട് ചിലവും ആകത്തില്ല. പക്ഷേ ഇതങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് കൊണ്ട് ഫലം കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനും പറ്റത്തുള്ളൂ, മുന്നോട്ട് പോകാൻ. ഇതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ നന്ദി. താങ്ക് യു. എന്നോട് വന്ന് ഇങ്ങനെ കുറച്ച് ഇത്രയും അത്യാവശ്യമായ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയത് വളരെ നല്ല സന്തോഷം തോന്നുന്നു. താങ്ക് യു.